Hi, welcome to Entria. SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ SSC CGL എക്സാം വഴി നടത്തുന്നത്. എല്ലാം ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക്. ഓക്കെ, നിങ്ങൾക്കറിയാം ഏറ്റവും ടോപ്പ് ലെവൽ പോസ്റ്റ് ആണ് ഗ്രൂപ്പ് എ എന്ന് പറയുന്നത്, സിവിൽ സർവീസ് വഴി ഫില്ല് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നുള്ളതാണ് ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ SSC CGL എക്സാം വഴി കണ്ടക്ട് ചെയ്യുന്നത്. ഈ വർഷത്തെ SSC CGL നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലായിരുന്നു. പക്ഷെ നമ്മൾ എന്താ പറയാ, വിചാരിച്ചതിനേക്കാളും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ എക്സാം വന്നു എന്ന് പറയാം. സെപ്റ്റംബറിൽ തന്നെ നമുക്ക് വളരെ നേരത്തെ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പം ഒരുപാട് റെയിൽവേ എക്സാംസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു റെയിൽവേ എക്സാംസ് ഒക്കെ തന്നെ ഇനി ഒരുപാട് എക്സാംസ് വന്നു. നിങ്ങൾക്കറിയാം, റെയിൽവേയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നു, ഇനിയും വരാനുണ്ട് NTPC പോലത്തെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാംസ് പെൻഡിങ് ആണ്. സോ ആ ഒരു എക്സാംസ് ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ SSCയുടെ ഓൾറെഡി ഉള്ള ഇമ്പോർട്ടൻറ്റ് എക്സാംസ് SSC CGL ആയാലും ഇനി അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന MTS ആയാലും നമ്മുടെ ഈ എക്സാംസ് ഒക്കെ തന്നെ കുറച്ചുകൂടി നേരത്തെ സ്പീഡിൽ കണ്ടക്ട് ചെയ്യുകയാണ്. ഇനി ഒരുപാട് എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ വേറെ റെയിൽവേയുടെ ഒക്കെ ഉണ്ടായത് തന്നെ. അപ്പോൾ നമുക്ക് ആ ഒരു CGL എക്സാമിന് വേണ്ടി ഉള്ള പ്രിപ്പറേഷനിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ. ഈ വർഷം എഴുതാൻ പോകുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ CGL എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. അതിലും എസ്പെഷ്യലി ഇപ്പം റീസെന്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ, അല്ലെങ്കിൽ ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഈവൻ ജസ്റ്റ് ഇപ്പം റീസെന്റ് പാസ് ഔട്ട് ഒക്കെ ആയിട്ട് ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർ, അതുപോലെ തന്നെ ഈവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, കോളേജിന്റെ ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്നവർ, ഇപ്പം ഫൈനൽ ഇയറിലേക്ക് വന്നവരൊക്കെ ആണെങ്കിലും, ഈവൻ നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, കസിൻസ് ഒക്കെ തന്നെ, ഈ ഒരു ഫ്രണ്ട്സ് ഈവൻ ഒക്കെ തന്നെ ഈ ഒരു ഉടനെ തന്നെ പാസ് ഔട്ട് ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത വർഷം പാസ് ഔട്ട് ആവാൻ പോകുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് പാസ് ഔട്ട് ഒക്കെ ആയവരാണെങ്കിൽ നിങ്ങൾക്കെല്ലാം തന്നെ ഇനി ഈ വർഷം കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത വർഷം വരാതിരിക്കുന്ന SSC CGLന് വേണ്ടി അത്യാവശ്യം നല്ലപോലെ ഒരു സമയം എടുത്ത്, ഓൾമോസ്റ്റ് ഒരു 1 ഇയർത്തോളം സമയം എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമാണ് ഇനിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ഒരു 3 മാസം 4 മാസം കൊണ്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്തുള്ള പ്രിപ്പറേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നല്ലപോലെ സമയം എടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല പോസ്റ്റിലേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു CGLനെ കുറിച്ചൊക്കെ വലിയൊരു ഐഡിയ ഇല്ലാത്തവർ, അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ, ആൻഡ് ഇനി പ്രിപ്പയർ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ SSC CGL 2025 കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന അടുത്ത വർഷം കണ്ടക്ട് ചെയ്യാൻ പോകുന്ന SSC CGL 2025 ഇപ്പൊ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. തുടങ്ങിയവരും ജസ്റ്റ് ഇനി തുടങ്ങാൻ പോകുന്നവരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇപ്പം ഫൈനൽ ഇയറിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും, അതുപോലെ തന്നെ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാം. അവർക്കൊരു മോട്ടിവേഷൻ ആവും ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ. നമ്മൾ ഇനി ആ ഒരു പാസ് ഔട്ട് ആയതിനു ശേഷം ഉടനെ തന്നെ ഈ ഒരു എക്സാം വരും. നിങ്ങൾക്കറിയാം, അടുത്ത വർഷവും ഇപ്പം തന്നെ പാസ് ഔട്ട്, ഈ ജൂൺ ജൂലൈയിൽ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഉടനെ സെപ്റ്റംബറിൽ തന്നെ എക്സാം കയറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. പക്ഷേ ഇപ്പോഴേ ഒന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ഓൾമോസ്റ്റ് 1 ഇയർ ടൈം ഉണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു 10 hour 12 hour പ്രിപ്പറേഷൻ ഉണ്ട്. ആവശ്യം വരത്തില്ല ലാസ്റ്റ് മിനിറ്റിൽ. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഡെയിലി 2 to 3 hours ഒക്കെ മാറ്റി വെച്ച് ഇപ്പോഴേ നമുക്ക് പറ്റുന്ന പോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തീർക്കാനും നല്ലപോലെ വരാതിരിക്കുന്ന എക്സാംസ് എഴുതാനും, അതിലും ഏറ്റവും നല്ല പോസ്റ്റിലേക്കൊക്കെ നല്ല സ്കോറോടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ തന്നെ ജോയിൻ ചെയ്യാൻ, നല്ല സ്കോറോടെ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾക്ക് അടുത്ത വർഷത്തെ CGL കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ലൊരു വേക്കൻസിയാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ SSC CGL സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, ഏതൊരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമ്മുടെ SSC CGL എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണ് നമുക്കിത് വിളിക്കുന്നത്. ഇനി എല്ലാ വർഷവും ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 7,000+ വേക്കൻസിക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വർഷം പക്ഷേ നമുക്ക് വേക്കൻസീസ് വളരെ കൂടുതലുണ്ടായിരുന്നു. 17,000+ വേക്കൻസീസ് നമുക്ക് ഈ വർഷം ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത വർഷം നമ്മൾ ഏറ്റവും മിനിമം പറയുകയാണെങ്കിലും നമുക്ക് എല്ലാ വർഷവും ഒരു 7,000+ വേക്കൻസിയാണ് വിളിക്കുന്നത്. സോ അടുത്ത വർഷവും നമുക്ക് ഇതേ 7,000 വേക്കൻസീസ് എന്തായാലും കാണുമെന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ വർഷം ഇപ്പോൾ ഈ 17,000+ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ മേ ബി അടുത്ത വർഷം ഇതേപോലെ നല്ലൊരു വേക്കൻസി വരുവാണെങ്കിൽ, 17,000 വന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 10,000 or 12,000 വേക്കൻസീസ് വരുവാണെങ്കിൽ അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇനി നമ്മുടെ ഒരു നാഷണൽ ലെവൽ എക്സാം ആണ് ഇതെന്ന് പറഞ്ഞ എക്സാം. നമ്മുടെ ഇതിന്റെ പ്രോസസ് ഒക്കെ തന്നെ ഓൺലൈൻ ആണ്. നമ്മുടെ ഈ വർഷത്തെ ആ ഒരു രജിസ്ട്രേഷൻ വന്നത് ജൂണിലാണ്. അങ്ങനെ ആണെങ്കിൽ
അടുത്ത വർഷവും നമുക്ക് ഇതിന്റെ ഒരു എക്സാമിന്റെ ആ ഒരു രജിസ്ട്രേഷൻ വരാനിരിക്കുന്നത് ജൂണിലാണ് എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇപ്പോഴേ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം ഒരു 9 മാസത്തോളം സമയമുണ്ട് ആ ഒരു ജൂൺ നമുക്ക് ഇനി ആ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് പറയുന്നത് 18 തൊട്ട് 32 വയസ്സ് വരെയാണ് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ 32 എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് മാത്രമാണ്. SSC CGL എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിൽ ഒരുപാട് പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത്. നമുക്ക് അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതർവൈസ് നമുക്ക് ഈ 32 എന്ന് പറയുന്നത് ഒരു പോസ്റ്റിന് മാത്രമാണ്. ബാക്കിയുള്ള മിക്കവാറും എല്ലാ പോസ്റ്റുകൾക്കും വരുന്നത് 30 ആണ് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. പക്ഷെ ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. ഇപ്പോൾ ഒരു OBCയോ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിന്നെയും +3 +5 ഇയേഴ്സിന്റെ ഒരു റിലാക്സേഷൻ അവിടെയും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എത്ര എക്സാംസ് ഉണ്ട് ഈ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് ചോദിച്ചാൽ 2 എക്സാംസ് ആണ് വരുന്നത്. ആദ്യം ഒരു phase 1 ഉണ്ട്, Tier 1 എന്ന് നമ്മളിവിടെ പറയും. അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് Tier 2 രണ്ടാമത്തെ ഒരു phase 2 എക്സാം കൂടിയുണ്ട്. ഇനി ഇതിന്റെ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറയാം ഈ വർഷം സെപ്റ്റംബറിലാണ് നടക്കാൻ പോകുന്നത്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് സ്റ്റാർട്ടിങ്ങിനോടാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ അടുത്ത വർഷവും നമുക്ക് ഈ ഒരു എക്സാം സെപ്റ്റംബറിൽ തന്നെ കാണും എന്നുള്ള രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്ത് തന്നെ നമുക്ക് മുന്നിലോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു SSC CGL കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ലൈക്ക് ഏജ് ലിമിറ്റ് ആയാലും ശരി, എത്ര എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം വേക്കൻസിക്കാണ് വിളിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത്. അതേപോലെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സും എപ്പോഴത്തേക്കാണ് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത് എന്നുള്ളത്. ഇനി ഇതിന്റെ അണ്ടറിൽ വിളിക്കുന്ന പോസ്റ്റുകൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പം നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതൊരു മോട്ടിവേഷൻ കൂടിയാണ്. പ്ലസ് അതിന്റെ സാലറി ഒരു മോട്ടിവേഷൻ ആണ്. സോ അതിന്റെ സാലറി നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന്റെ ടോപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒഫീഷ്യൽ CGL നോട്ടിഫിക്കേഷന്റെ അകത്ത് തന്നെയുള്ള കൊടുത്തിരിക്കുന്ന പോസ്റ്റുകളും അതിൽ തന്നെ കൊടുത്തേക്കുന്ന സാലറിയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്കവിടെ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് ആ പോസ്റ്റുകൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, നല്ല പോസ്റ്റ് ആണ്. ഇനി ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കാണാൻ പറ്റും എല്ലാ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിന്റെ പോസ്റ്റ് ആണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മിനിസ്ട്രി അല്ലെങ്കിൽ ഓഫീസ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, നമ്മുടെ പാർലമെന്റ്, അതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ, നമ്മുടെ റെയിൽവേ മിനിസ്ട്രിയിൽ, അതുപോലെ നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ്, അതുപോലെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ ബാക്കിയുള്ള മിനിസ്ട്രീസും ഓർഗനൈസേഷൻസും. അപ്പോൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ തന്നെ വളരെ നല്ലൊരു പോസ്റ്റും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. ഇനി ഇതിൻ്റെയൊക്കെ ഒരു സാലറി വരുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70,000-80,000 പ്ലസ് സാലറി ആണ് നമുക്ക് വരുന്നത്. 70,000 to 80,000 പ്ലസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചു എത്ര നല്ലൊരു സാലറിയാണ് നമുക്ക് ഇവിടെ വരുന്നത് എന്നുള്ളത്. ഇനി ഇത് കൂടാതെ ഇത്രയല്ല ഉള്ളത്, ഇനി ഒരുപാട് പോസ്റ്റുകളുണ്ട് നമ്മുടെ ഈ SSC CGL അണ്ടറിൽ. ഇനി കുറച്ചുകൂടി ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകളിലേക്ക് പോകാം. ഒരുപാട് ഡ്രീം കൂടിയാണ് ആ ഒരു പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളത്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, നിങ്ങൾക്കറിയാം ഒരുപാട് പേരുടെ ഒരു ഡ്രീമാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഒക്കെ ആവുക. അപ്പം നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിലാണ് അത് വരുന്നത്. അതുപോലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ അണ്ടറിൽ ഓക്കെ നമ്മുടെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, പ്രിവെന്റീവ് ഓഫീസർ, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ എക്സാമിനർ. അപ്പോൾ യൂണിഫോം പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അതും പിന്നെയും ഒരുപാട് പവർ ആണ് തരുന്നത്. നിങ്ങൾക്കറിയാം പ്രിവെന്റീവ് ഓഫീസറിന്റെ യൂണിഫോം പോസ്റ്റ് ആയാലും ശരി, അതുപോലെ സെൻട്രൽ എക്സൈസ് ആയാലും ശരി, ഇതൊക്കെ യൂണിഫോം പോസ്റ്റ് കൂടിയാണ്. സോ വളരെ നല്ലൊരു പവർ കൂടിയാണ് നമുക്ക് ആ ഒരു പോസ്റ്റ് നമുക്ക് തരുന്നത്. ഇനി ബാക്കിയുള്ളതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, നിങ്ങൾക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ, അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ CBI, ഒരുപാട് പേരുടെ ഒരു ഡ്രീമാണ് ആ CBIയുടെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻസ്പെക്ടർ പോസ്റ്റുകൾ വേരിയസ് മിനിസ്ട്രീസും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിലും, അതുപോലെ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിൽ. അപ്പൊ ഇതൊക്കെയാണ് പിന്നെ വരുന്ന കുറെ നല്ല ഇൻസ്പെക്ടർ റാങ്ക് പോസ്റ്റുകൾ, ഈവൻ യൂണിഫോം ഉള്ളതും യൂണിഫോം ഇല്ലാത്തതും ഒരുപാട് ഡ്രീം ആയിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം പവർഫുൾ പോസ്റ്റ് ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഇതെല്ലാം ന്യൂസിൽ കേൾക്കുന്ന ഇമ്പോർട്ടന്റ് പോസ്റ്റുകളാണ്. ഇനി ഇത് കൂടാതെ ഇനിയും ഉണ്ട് ഒരുപാട് പോസ്റ്റുകൾ, നമുക്ക് തീർന്നിട്ടില്ല. പിന്നെയുള്ള പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അതർ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സിൽ, അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, അതുപോലെ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ റിസർച്ച് അസിസ്റ്റന്റ്, അതുപോലെ നമ്മുടെ CAGയുടെ ഓഫീസിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ്, അതുപോലെ NIA നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ്, അഗെയിൻ ഒരു പവർഫുൾ പോസ്റ്റ്. അതുപോലെ നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, അതിൽ സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് അല്ലെങ്കിൽ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസറിന്റെ പോസ്റ്റ്, അതുപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റ്. ഇനി തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് ഓഡിറ്റർ പോസ്റ്റുകൾ, അതുപോലെ അക്കൗണ്ടന്റ് പോസ്റ്റുകൾ നമ്മുടെ CAG ഓഫീസിലും നമ്മുടെ CGDAയിലും, അതുപോലെ തന്നെ
കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിലും ഓക്കെ വേരിയസ് മിനിസ്ട്രിയിലൊക്കെ തന്നെ വരുന്ന പോസ്റ്റുകളാണ് ഇതെല്ലാം. അപ്പം കാണാൻ പറ്റും എത്രത്തോളം പോസ്റ്റുകളാണ് ഇവിടെ നമ്മളിപ്പം കണ്ടേന്നുള്ളത്. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്, നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ഇനിയും ഉണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും സാലറി പേ സ്കെയിൽ മേളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ സോർട്ടിംഗ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ പോസ്റ്റൽ അസിസ്റ്റന്റ്, നേരത്തെ CSSL ഉള്ള ഒരു പോസ്റ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് CGL-ലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല വേക്കൻസിയാണ് അതിന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ മിനിസ്ട്രി ഓഫ് പോസ്റ്റിന്റെ അണ്ടറിലാണ് അത് വരുന്നത്. അതുപോലെ നമ്മുടെ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷണൽ ക്ലർക്ക്, അതേപോലത്തെ പോസ്റ്റുകൾ വേരിയസ് ഗവൺമെന്റ് ഓഫീസുകളിലും മിനിസ്ട്രീസിലൊക്കെ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ, ഡിഫൻസിൽ, അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റന്റ്, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിൽ, അതുപോലെ ടാക്സ് അസിസ്റ്റന്റ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ, അതുപോലെ സബ് ഇൻസ്പെക്ടർ ഉണ്ട് അഗെയിൻ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ. അപ്പൊ ഇതൊക്കെയാണ് പിന്നെ വരുന്നത് നമുക്ക് കുറെ ബാക്കിയുള്ള പോസ്റ്റുകൾ. അപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ടുകാണും എത്രത്തോളം പോസ്റ്റുകളാണ് നിങ്ങൾ കണ്ടത്. 34 പോസ്റ്റുകളാണ് കണ്ടത്. ഇത്രയും പോസ്റ്റാണ് ഉള്ളത്, അല്ല ഇനിയും ചില പോസ്റ്റുകളുണ്ട്. പക്ഷേ ആ പോസ്റ്റുകൾ നമ്മുടെ ഈ വർഷം വിളിച്ച CGL-ന്റെ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ പക്ഷേ ഈ വർഷത്തെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ യൂഷ്വലി ഉള്ള ആ ഒരു 34 പോസ്റ്റ് നിങ്ങൾ കണ്ടു. ഇത് കൂടാതെ ഇനിയും ഓഡിറ്റഡ് ഒക്കെ പോസ്റ്റുകളുണ്ട്. ഈ വർഷം ഇല്ലായിരുന്നു, പക്ഷെ അടുത്ത വർഷം അതിനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവിടെ ഉറപ്പായിട്ടും അത് ഉണ്ടായിരിക്കും. ബിക്കോസ് ഈ വർഷം വേക്കൻസീസ് ഇല്ലായിരുന്നു, അടുത്ത വർഷം അതിന്റെ വേക്കൻസീസ്, ഈ വർഷം വിളിക്കാത്തതുകൊണ്ട് അടുത്ത വർഷം അതിന്റെ വേക്കൻസീസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകൾ. ഓക്കെ, അതും എത്ര നല്ല സാലറി എന്നുള്ളത് നിങ്ങൾ കണ്ടു. നമ്മൾ ഓൾമോസ്റ്റ് ആ സാലറി എല്ലാം തന്നെ മേളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിന്റെയും. അപ്പോൾ എത്ര നല്ല പേ സ്കെയിലിൽ, ഇത്രയും നല്ല പേ സ്കെയിലിൽ ഇത്രയും നല്ല പോസ്റ്റുകൾ, അതും വേരിയസ് പവർഫുൾ ഡിപ്പാർട്ട്മെന്റ്സും മിനിസ്ട്രീസിലും. അപ്പൊ ഇത്രയും നല്ല പോസ്റ്റുകളിലേക്കാണ് ഈ SSC CGL എക്സാം വഴി വിളിക്കുന്നത്. അപ്പം ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ ഒരു പോസ്റ്റുകളൊക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുമാത്രം പവർഫുൾ ജോബാണ് ഇതെന്നുള്ളത്. അപ്പം പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടി ആ ഒരു നല്ല മോട്ടിവേഷൻ ആണ് ആ ഒരു മിനിസ്ട്രീസും ആ പോസ്റ്റുകളും, അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി അതിന്റെ സാലറി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ CGL-ന്റെ അണ്ടറിൽ വരുന്ന ആ ഒരു വേക്കൻസീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 2 എക്സാംസ് ഉള്ളത്. അതിന്റെ ഫസ്റ്റ് എക്സാമിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ phase 1 Tier 1 എക്സാം എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് 4 സബ്ജക്റ്റാണ് വരുന്നത്. ഒന്ന് ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയും, ജനറൽ അവയർനെസ് നമ്മൾ GK എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ മാത്സിന്റെ ഏരിയയും, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ ഒരു 4 ഏരിയസ് മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ എല്ലാ ഏരിയയിൽ നിന്നും വരുന്നത്. ഓരോ ക്വസ്റ്റിനും ക്യാരി ചെയ്യുന്ന 2 മാർക്ക് വെച്ചാണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ ഏരിയ സെക്ഷൻസിനും നമുക്ക് 50 മാർക്ക് വെച്ചാണ് വരുന്നത്. സോ മൊത്തം 100 ക്വസ്റ്റ്യൻ കാണും. 1 മണിക്കൂറുടെ എക്സാം ആയിരിക്കും. നമുക്ക് 200 മാർക്കാണ് വരുന്നത്. 60 മിനിറ്റ് നമ്മൾ 1 മണിക്കൂറുടെ എക്സാം ആണ് ഈ ഒരു എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു സെക്ഷണൽ ടൈമിംഗ് ഒന്നുമില്ല. 1 മണിക്കൂർ നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഈ ഒരു എക്സാമിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആണ് എങ്ങോട്ട് പോകുന്നത്, അടുത്ത സെക്കൻഡ് ഫേസ് ഓഫ് എക്സാമിലേക്ക് പോകുന്നത്. ആൻഡ് അതിന്റെ സ്കോർ ആണ് നമുക്ക് ഏത് മിനിസ്ട്രിയിൽ, ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏത് പോസ്റ്റ് ആണ് കിട്ടാൻ പോകുന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു Tier 1 എക്സാം കഴിഞ്ഞ് Tier 2 പ്രിപ്പറേഷന് വേണ്ടി വലിയ സമയം കാണത്തില്ല. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു 1 മന്ത് or 1.5 മന്ത് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ളൂ. ഈവൻ അതിനേക്കാളും കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട് വരുന്ന വർഷങ്ങളിൽ. ബിക്കോസ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. നേരത്തേക്ക് ഒരു 8 മാസം 10 മാസം എടുത്ത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന എക്സാം ഇപ്പൊ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഒരു 3 തൊട്ട് 5 മാസം കൊണ്ട്, 5 മാസം കൊണ്ട് ഇതിന്റെ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അപ്പം വിത്ത് ടൈം ഇത് സ്പീഡ് കൂടി വരുവാണ്. ഈ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഒരു സ്പീഡ് കൂടി വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വരുന്ന വർഷങ്ങളിലും ഈ ഒരു എക്സാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കും. നിങ്ങൾക്കറിയാം ഈ വർഷവും നമ്മുടെ ഈ എക്സാം വളരെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. എനിക്ക് സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബറിൽ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എക്സാം സെപ്റ്റംബറിന്റെ ഒരു ഹാഫോടെ തന്നെ എന്ത് ചെയ്യും, എക്സാം അങ്ങ് തീരും. അപ്പോൾ അതേപോലെ തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ അത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് നമുക്ക് ഇതിന്റെ Tier 2 വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് Tier 1 Tier 2 ഒക്കെ തന്നെ വളരെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്കോടെ നമുക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആ പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് എടുക്കേണ്ടി വരും, ആ ഒരു ആംഗിളിലേക്ക് പോകേണ്ടി വരും. പക്ഷെ അത്യാവശ്യം സമയമുണ്ട്, നിങ്ങൾക്ക് ആ സമയം എടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഈ വരാതിരിക്കുന്ന എക്സാമിന് വേണ്ടി. അപ്പോൾ ഇനി ഇതിന്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഏകദേശം ഒരു 12 മാസം അല്ലെങ്കിൽ ഒരു വർഷം എന്നൊരു ആംഗിളിൽ നമ്മൾ പിടിക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഓഗസ്റ്റ് ആണ്, അടുത്ത ഓഗസ്റ്റ് വരെ, സെപ്റ്റംബറിൽ എക്സാം ആണെങ്കിൽ അടുത്ത ഓഗസ്റ്റ് വരെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു റഫ് ആംഗിളിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 5 മാസം, ഓക്കെ, ഇനി അങ്ങോട്ടുള്ള ഒരു 5 മാസം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി വരെ ഉള്ള ഒരു ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബേസിക്സ്, നമ്മുടെ ഈ ടോപ്പ് ഏരിയാസിന്റെ ഒക്കെ ബേസിക്സ് കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സമയം കൊടുക്കുക. അത്യാവശ്യം നല്ല സമയമുണ്ട്, 5 മാസം നല്ലപോലെ കവർ ചെയ്യാനുള്ള സമയമുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3 മാസം സമയം, ലൈക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഒരു സമയം ഇതിന്റെ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയും അഡ്വാൻസ് ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടി, ഈവൻ നമ്മൾ നേരത്തെ പറഞ്ഞ Tier 2 ഏരിയാസ് അടക്കം നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സമയം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് 3 മാസം. സോ അത്യാവശ്യം നല്ലൊരു സമയമാണ്. അത് റിവൈസ് ചെയ്യാനും അതിന്റെ Tier 2 വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാനും ഒക്കെ തന്നെ നല്ലൊരു സമയമുണ്ട്. അതിനുശേഷം
നമ്മൾ ആ പറഞ്ഞ ഏപ്രിൽ കഴിഞ്ഞ മെയ് ജൂൺ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നല്ലപോലെ റിവൈസ് ചെയ്യാനും സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനും ഫുൾ മോക്ക് ടെസ്റ്റുകളും പതുക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഉള്ള ഒരു സമയമാണ് നിങ്ങൾക്കത്. അപ്പോൾ ആ ഒരു മെയ് ജൂൺ ആ സമയം കൊണ്ട് അതിനുശേഷം പിന്നെ ജൂൺ ജൂലൈ നമ്മുടെ ഓഗസ്റ്റ്, ഓക്കെ, നിങ്ങളുടെ ആ ഒരു സമയം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എക്സാം വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക ടിൽ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് സ്കോർ എത്തുന്നവരെ. ഇപ്പൊ നമ്മുടെ സീജലിന്റെ ഒരു കട്ട് ഓഫ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഓൾമോസ്റ്റ് ഒരു 151 ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ടാർഗറ്റ് സ്കോർ നിങ്ങൾ ഒരു 170 വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ 160+ വെച്ച് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടാർഗറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ആൻഡ് വൺസ് നിങ്ങൾ അത് റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ Tier 2 രണ്ടാമത്തെ ഫേസ് ഓഫ് എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നല്ലപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷന്റെ ഈ ഒരു ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് നല്ലപോലെ സമയം എടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നിങ്ങളെ ആ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ നിങ്ങൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു എക്സാംസ് നല്ലപോലെ ഒരുപാട് സ്ട്രഗിൾ ഇല്ലാതെ, അവസാനത്തെ നിമിഷം ഒരു വലിയ സ്ട്രഗിൾ ഒന്നും ഇല്ലാതെ തന്നെ ക്ലിയർ ചെയ്യാൻ നിങ്ങളത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു SSC CGL എസ്പെഷ്യലി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ, നേരത്തെ പറഞ്ഞാൽ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ, ഇനി പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുന്നവർ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ശരി, ബ്രദേഴ്സ് ആയാലും ശരി, സിസ്റ്റേഴ്സ് ആയാലും ശരി, അങ്ങനെയൊക്കെ ഉള്ള ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്കൊരു മോട്ടിവേഷൻ ആവും, അവർക്കൊരു അവിടെ ഒരു ഫ്യൂച്ചർ പാത്ത് ആയിരിക്കും ഇത്. ചിലപ്പോൾ ഒരു പുതിയ വഴിയായിരിക്കും നിങ്ങൾ പുതിയൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു നല്ലൊരു ഫ്യൂച്ചറിലേക്കുള്ള. അപ്പം ഡെഫിനറ്റ്ലി അത് അവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ, ഇപ്പോൾ എസ്പെഷ്യലി കോളേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സമയം കണ്ടെത്തി പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സിലബസ് ഒക്കെ നോക്കി, ബുക്സ് ഒക്കെ നോക്കി പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ, കോളേജിലെ ഫൈനൽ ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇപ്പം ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണ്, നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതെങ്കിലും ബാച്ചസിന്റെ കൂടെ ജോയിൻ ചെയ്തും പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ എൻട്രിയിൽ നമുക്ക് ഒരുപാട് SSC CGLസിന് വേണ്ടി തന്നെ ബാച്ചസ് ഉണ്ട്. ഓൾറെഡി ഇപ്പോൾ ഉള്ള CGLന് വേണ്ടിയുള്ള ബാച്ചസ് ഉണ്ട്. അതുകൂടാതെ ഇനി വരാതിരിക്കുന്ന CGLന് വേണ്ടിയുള്ള ബാച്ചസ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റുകളും ഡെയിലി ടെസ്റ്റുകളും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ ആ ഒരു ഇംപ്രൂവ്മെന്റ് ട്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ലോങ് ടേം പ്രിപ്പറേഷനിൽ നിങ്ങളെ എത്രത്തോളം ഇംപ്രൂവ് ആയി, ഇനി ഏതൊക്കെ കവർ ചെയ്യാനുണ്ട് എന്നുള്ള വളരെ ഒരു എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ഷെഡ്യൂൾ വെച്ച് പ്രിപ്പയർ ചെയ്ത് പോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിനെ കുറിച്ചുള്ള ആ ഒരു കോഴ്സ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അത് കൂടാതെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതൊക്കെ എക്സാംസ് SSCയുടെ എഴുതാൻ പറ്റും എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ബാച്ചസിലേക്ക് നോക്കി നിങ്ങൾക്ക് അതിന് ജോയിൻ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി. 8714764666 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓഫർ പ്രൈസുകളിൽ, ലൈക്ക് ആപ്പിൽ കാണുന്ന പ്രൈസിനേക്കാളും കൂടുതൽ ഓഫറിൽ പ്രൈസസിൽ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക, എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു സ്റ്റാർട്ട് ആവട്ടെ. അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു നല്ല എക്സാംസ് ക്ലിയർ ചെയ്ത് നല്ലൊരു പോസ്റ്റിലേക്ക്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ നല്ലൊരു പോസ്റ്റിൽ ഓൾമോസ്റ്റ് ഒരു 80,000+ സാലറിയിൽ ഒക്കെ ഉള്ള പോസ്റ്റുകളിൽ ജോയിൻ ചെയ്ത്, നല്ല പവർഫുൾ പോസ്റ്റിലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴും തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ വെക്കുക. സോ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫ്യൂച്ചറിൽ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഈ ചാനൽ ത്രൂ ആണ് നിങ്ങൾ വരെ എത്തിക്കുന്നത്. ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ ഇനിയും ഫ്യൂച്ചറിൽ ഇവിടെ നമുക്ക് ഇതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.